നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CJP പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമെന്ന് സുപ്രീം കോടതി. അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കാൻ നിർദ്ദേശം. സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. CJP സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർ പങ്കെടുത്തുവെന്ന് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് PS പ്രശാന്ത്. ശബരിമല നെയ്യഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറാത്തതെന്തെന്ന് ഹൈക്കോടതി. ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അടിയന്തര സ്റ്റേ നൽകാനാകില്ല എന്ന് CAT. ഹർജി അടുത്ത മാസം 20 വീണ്ടും പരിഗണിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകളും ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. രാഷ്ട്രീയമായ പ്രചാരണത്തിൻ്റെ കുറവുണ്ടായെന്നും പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശം. നേതൃത്വത്തിന് ഒരുമിച്ചാണ് ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും അമേരിക്കയിൽ. സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തീരുമാനിക്കുന്ന ചർച്ചകൾ. ഇറാനെ സമാധാന ചർച്ചയിലേക്ക് എത്തിച്ചത് കനത്ത ആക്രമണത്തിലൂടെയെന്ന് ട്രംപ്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രവീന്ദ്ര ജഡേജ ടീമിൽ. പുതുമുഖം സരാൻഷ് ജെയിൻ ടീമിൽ. ഫ്രാൻസ് ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി സിനദിൻ സിദാൻ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരത്തിലുണ്ടായ സംഘർഷങ്ങളിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെയും കൂടാതെ സമരം നടന്ന സംസ്ഥാനങ്ങളുടെയും വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് തീരുമാനം. സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും വിട്ടയക്കണമെന്നും നിയമ നടപടി പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സാമൂഹിക വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും എതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയമം കയ്യിലെടുക്കുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായെന്നും ലൈംഗികമായി ഉപദ്രവിച്ചെന്നും പരാതിയുണ്ടെന്നും പോലീസിന് നേരെ അക്രമം നടന്നതായും കോടതി നിരീക്ഷിച്ചു. കേരളം, ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ പിന്തുണച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും സമരത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വരെ അക്രമമുണ്ടായിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തതിൽ വിശദമായ റിപ്പോർട്ട് നൽകി ഡൽഹി പോലീസ്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ കൊലപാതക കേസ് ഉൾപ്പെടെ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. പാർലമെന്റ് മാർച്ചിലും ക്രിമിനലുകൾ പങ്കെടുത്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിലുണ്ടായ സംഘർഷം പാർലമെന്റിലും സുപ്രീം കോടതിയിലും വരെ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് പാറ്റ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തത് ദൃശ്യങ്ങൾ സഹിതം ഡൽഹി പോലീസ് റിപ്പോർട്ട് നൽകിയത്. 20-ാം തീയതി പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മുൻപ് കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 101 പേരെ തിരിച്ചറിഞ്ഞു. കൊള്ള, പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട 284 പേരും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ 92 പേരും പാർലമെന്റ് മാർച്ചിലുണ്ടായിരുന്നു. അനിശ്ചിതകാല സമരം നടന്ന ജന്തർ മന്ദിറിലെ സമരവേദിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. ഡൽഹി പോലീസിന്റെ AI അധിഷ്ഠിത ഫേസ് റെക്കഗ്നൈസിംഗ് സിസ്റ്റം വഴിയാണ് ഇത്രയും പേരെ തിരിച്ചറിഞ്ഞത്.
കൊലപാതകം, പോക്സോ കേസ്, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് എത്തിയത്. സമരവേദിയിലെത്തിയ 2873 ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളിൽ മുൻപ് ആയുധ നിയമപ്രകാരം കേസെടുത്ത 229 പേരുണ്ടായിരുന്നതായും ഡൽഹി പോലീസ് വ്യക്തമാക്കി. പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2873 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രക്ഷാപ്രവർത്തന അട്ടിമറി കേസിൽ സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേ ഇല്ല. ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ല എന്നും ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണെന്നുമായിരുന്നു സർക്കാർ വാദം. സസ്പെൻഷൻ നടപടിച്ചട്ടം പാലിക്കാതെയാണെന്നും തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിച്ചതെന്നുമാണ് അജിത് കുമാറിന്റെ വാദം. ഹർജി 20-ന് വീണ്ടും പരിഗണിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് തുടങ്ങിയ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം വ്യക്തിപരമായി ആർക്കും വീഴ്ചയില്ല എന്നും നേതൃത്വത്തിന് ഒരുമിച്ചാണ് ഉത്തരവാദിത്വമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. SP S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് PS പ്രശാന്ത് ആവർത്തിച്ചത്. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി PS പ്രശാന്തിനെയും A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും കൊല്ലം പോലീസ് ട്രെയിനിംഗ് സെന്ററിലെത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് തന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും പറഞ്ഞു. 2019 ശബരിമല സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്ന് കേസിലെ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും അന്വേഷണ വൃത്തങ്ങൾ നൽകുന്നു. 2019 ദ്വാരപാലക ശില്പപ്പാളി കേസിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടില്ലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ ദേവൻ്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റി മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ദേവസ്വം ഭാരവാഹികൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കോടതിയുടെ വിമർശനം. 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചക്കകം പുറത്തുവിടണമെന്നും ഇനി മുതൽ എല്ലാ മാസവും അഡ്മിനിസ്ട്രേറ്റർ കണക്ക് ഹാജരാക്കണമെന്നും ഓഡിറ്റ് ചെയ്യിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓഡിറ്റ് വിഭാഗം യൂസർ ഐഡിയും പാസ്വേഡും ചോദിച്ചപ്പോൾ അത് നൽകാതെ അഡ്മിനിസ്ട്രേറ്റർ ഓഡിറ്റർമാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നാണ് മറ്റൊരാക്ഷേപം. പോലീസ് പരാതി തള്ളിയപ്പോൾ കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരിക്കുകയാണെന്നും ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടി. ദേവസ്വം സ്വത്ത് ദേവന്റേതാണെന്നും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണ് മറ്റുള്ള സംവിധാനമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കണക്കിലെ ക്രമക്കേട് അനുവദിക്കാനാവില്ല. കണക്കുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 രൂപയുടെ കണക്കാണെങ്കിലും അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും എല്ലാ മാസവും ഇത് തുടരണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല നെയ്യ് അഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. മിൽമയുടെ 2 യൂണിറ്റുകളെ പ്രതിക്കൂട്ടിലാക്കിയാണ് ക്ഷീരവികസന ഡയറക്ടറുടെ റിപ്പോർട്ട്. ശബരിമലയിലേക്ക് നെയ്യ് നൽകുന്ന കടത്ത് കരാറിൽ ക്രമക്കേടെന്നാണ് ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടപാടിൽ പ്രൊഡക്ഷൻ മാനേജർ അനധികൃതമായി ഇടപെട്ടു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലേക്ക് നെയ്യ് വിൽപ്പന നടത്തിയതിൽ ആസൂത്രണത്തോടെയുള്ള ക്രമക്കേട് നടന്നുവെന്നാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ടെൻഡർ ഒഴിവാക്കിയാണ് സീൽഡ് ടെൻഡർ കൊണ്ടുവന്നത്. ഇത് ക്രമക്കേട് നടത്താനായിരുന്നു. ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രൊഡക്ഷൻ മാനേജർ ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥനാണ് പത്തനംതിട്ട യൂണിറ്റ് ഹെഡും തിരുവനന്തപുരത്തെ മാനേജറും. ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ദുരൂഹമെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു. പത്തനംതിട്ട, തിരുവനന്തപുരം യൂണിറ്റുകൾ ക്രമക്കേടിന് കൂട്ടുനിന്നു.
മിൽമയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തെ മറികടന്നാണ് കരാർ ഉണ്ടാക്കിയത്. ഒരു ടിൻ നെയ്യ് എത്തിക്കുന്നതിന് കരാറുകാരൻ കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രം. എന്നാൽ മറ്റു സ്ഥാപനങ്ങൾ 81 രൂപയും 48 രൂപയുമാണ് ഇതിനായി കോട്ട് ചെയ്തത്. കരാർ കമ്പനിക്ക് 1,65,000 ലിറ്റർ നെയ്യ് ഓർഡർ ലഭിച്ചുവെങ്കിലും വിതരണം ചെയ്തത് 1,56,010 ലിറ്ററാണ്. ഇതൊക്കെ ഗുരുതരമായ ക്രമക്കേടുകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിലെ 18 സർക്കാർ വിദ്യാലയങ്ങൾക്കായി ലാപ്ടോപ്പുകൾ നൽകേണ്ട പദ്ധതി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പാഴാക്കി. സംഭവത്തിന് പുറകിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അനാസ്ഥയെന്ന് ഉദുമ MLA കെ നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. കുട്ടികളുടെ പഠനത്തിനായി 116 ലാപ്ടോപ്പുകൾ വാങ്ങാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉദുമ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 43 ലക്ഷം രൂപ അനുവദിച്ചത് വിനിയോഗിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് അധികൃതരിൽ നിന്നും തൃപ്തികരമല്ലാത്ത മറുപടിയാണ് MLAക്ക് ലഭിച്ചത്. 2025-26 കാലയളവിൽ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിവിധ ഹൈസ്കൂളുകൾ, LP UP വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കായി 116 ലാപ്ടോപ്പുകൾ, പ്രിന്ററുകൾ, പ്രൊജക്ടറുകൾ എന്നിവ വാങ്ങാനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 43,60,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ അനുവദിച്ച തുക വിനിയോഗിച്ച് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും വാങ്ങുന്നതിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തയ്യാറായില്ലെന്ന് ഉദുമ MLA കെ നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. കാലാവധി കഴിഞ്ഞ് ഫണ്ട് ലാപ്സാവുകയാണ്. കെലട്രോൺ വില വർദ്ധിപ്പിച്ചതിനാൽ ലാപ്ടോപ്പുകൾ വാങ്ങാൻ സാധിച്ചില്ലെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ലഭിച്ചതെന്ന് MLA പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറയുന്നത് അതിനകത്ത് കെലട്രോൺ സാധനത്തിന് വില വർദ്ധിച്ചു, അപ്പോൾ നമ്മുടെ വിലയും ആ വിലയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. 43,60,000 രൂപയുടെ പദ്ധതി അതിപ്പോ ലാപ്സാൻ പോവാ. ലാപ്ടോപ്പിന്റെ വില ഉയർന്നിട്ടുണ്ടെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഈ കാര്യം സമയോചിതമായി MLA ഓഫീസിനെ അറിയിച്ച് ഫണ്ട് വർദ്ധിപ്പിക്കൽ അല്ലെങ്കിൽ നൽകേണ്ട ലാപ്ടോപ്പുകളുടെ എണ്ണം കുറയ്ക്കൽ എന്നിവ നടത്തണം. ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി MLA ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. MLA കുറ്റം പറഞ്ഞില്ല, ഇവരെ ഉദ്യോഗസ്ഥന്മാർ MLA അറിയിക്കണ്ടല്ലേ. അതൊക്കെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം ഇതുവരെയായിട്ട് നൽകിയിട്ടില്ല. GHS ചെമ്മനാട്, GHS ഉദുമ, GUPS കാനത്തൂർ, GVHS അമ്പലത്തറ, GUPS തച്ചങ്ങാട്, GLP കുണ്ടൂച്ചി, GHS തച്ചങ്ങാട്, ബേക്കൽ ALP തുടങ്ങി 18 വിദ്യാലയങ്ങൾക്ക് ലഭിക്കേണ്ട ലാപ്ടോപ്പുകളാണ് ഉദ്യോഗസ്ഥ അലംഭാവം കാരണം നഷ്ടമായത്. സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ലാപ്ടോപ്പ്, പ്രിന്റർ തുടങ്ങിയവയുടെ വിതരണം. ഉദുമ നിയോജക മണ്ഡലത്തിലെ 18ഓളം വിദ്യാലയങ്ങളിലേക്ക് ലാപ്ടോപ്പ്, പ്രിന്റർ എന്നിവ വാങ്ങുന്നതിനായി 40 ലക്ഷത്തിൽ പരം തുക ആസ്തി വികസന ഫണ്ടിൽ നിന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് MLA അനുവദിച്ചിട്ടും അത് വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. വടകര MDMA കേസിൽ അധ്യാപിക നീഷ്മയ്ക്ക് പിന്നാലെ ഇരിട്ടി സ്വദേശിയായ യുവാവ് കൂടി SIT കസ്റ്റഡിയിൽ. ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കോടതി റിമാൻഡ് ചെയ്ത നീഷ്മയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. 1 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാടാണ് MDMAയുമായി ബന്ധപ്പെട്ട് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയാണ് ഇയാൾ. അറസ്റ്റിലായ യുവതികളുമായി ഇയാൾ പണമിടപാട് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. പേരാമ്പ്ര BRCയിലെ ട്രെയിനർ ആവള കുട്ടോത്ത് സ്വദേശിനി വലിയ പറമ്പിൽ നീഷ്മയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരെ BRCയിൽ നിന്നും പിരിച്ചുവിട്ടു. ലഹരി മാഫിയയുമായി പണമിടപാട് കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശി കൊല്ലനാരി കാവ്യ, മരുതോങ്കര സ്വദേശിനി കാഞ്ഞിരക്കുന്നുമൽ KC കീർത്തന എന്നിവരുടെ സുഹൃത്താണ് നീഷ്മ. 3 പേരും മയക്കുമരുന്ന് മാഫിയകളുടെ പ്രധാന കണ്ണികളും MDMA ഉപയോഗിക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നൊരു യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. യുവതികൾക്ക് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും തന്ത്രപ്രധാനമായ ഉഭയകക്ഷി സഹകരണവുമാണ് പ്രഥമ മുൻഗണനയെന്ന് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും യുക്രൈൻ യുദ്ധവും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. ഇറാനുമായി സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നതിൽ തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് ട്രംപിനുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. കുവൈറ്റ് ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസിനെ പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഹരി കമ്പനിയാക്കി മാറ്റുന്നതിന് അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്തെ വ്യോമഗതാഗത മേഖലയിലെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ലക്ഷ്യം. 11 വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതനുസരിച്ച് കമ്പനി ഇനി സർക്കാർ ഉടമസ്ഥതയിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുക. എന്നാൽ കമ്പനിയുടെ ഓഹരികൾ വിൽക്കുകയോ പണയപ്പെടുത്തുകയോ മറ്റേതെങ്കിലും രീതിയിൽ കൈമാറുകയോ ചെയ്യാൻ മന്ത്രിസഭയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ സാധിക്കില്ല. ഇതിലൂടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം സർക്കാർ നിയന്ത്രണത്തിൽ തുടരുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കുവൈറ്റിൽ 1 വർഷം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് 30 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള വാർഷിക അവധി ലഭിക്കാൻ അവകാശമുണ്ടായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സമിതി അറിയിച്ചു. എന്നാൽ ആദ്യ വർഷത്തിലെ അവധി ലഭ്യമാകാൻ തൊഴിലുടമയുടെ കീഴിൽ കുറഞ്ഞത് 6 മാസത്തെ സേവനമെങ്കിലും പൂർത്തിയാക്കിയിരിക്കണം. വാർഷിക അവധിക്കായി നിരവധി തൊഴിലാളികൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച തൊഴിൽ നിയമത്തിലെ 70, 71, 72 വകുപ്പുകൾ പ്രകാരമുള്ള അവകാശങ്ങളും നടപടിക്രമങ്ങളും വ്യവസ്ഥകളും അധികൃതർ വ്യക്തമാക്കിയത്. വകുപ്പ് 71 പ്രകാരം സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ആവശ്യങ്ങൾ പരിഗണിച്ച് അവധിയുടെ തീയതി നിശ്ചയിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടായിരിക്കും. എന്നാൽ തൊഴിലാളിയുടെ സമ്മതത്തോടെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി അവധി വിഭജിച്ച് നൽകാനും സാധിക്കും. കുവൈറ്റിൽ ആരോഗ്യ മേഖലയിൽ പുതിയ തൊഴിൽ വിഭാഗമായി പ്രസവ ശുശ്രൂഷക എന്ന തസ്തികയ്ക്ക് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച മന്ത്രിതല തീരുമാനം പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം പ്രസവ ശുശ്രൂഷക അല്ലെങ്കിൽ അമ്മമാരുടെ പ്രസവ പരിചരണ വിഭാഗം എന്ന തസ്തിക ഇനി മുതൽ ആരോഗ്യ മേഖലയിലെ സഹായക മെഡിക്കൽ തൊഴിലുകളിൽ ഉൾപ്പെടുത്തും. മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തിൻ്റെ ആരോഗ്യ പരിചരണത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനുമാണ് പുതിയ നടപടി സ്വീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരത്തിലും സാമൂഹിക സാമ്പത്തിക സൂചികകളിലും രാജ്യം വൻ മുന്നേറ്റം കൈവരിച്ചതായി ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അറിയിച്ചു. ഇന്ത്യയിലെ 715 ജില്ലകളിൽ നിന്നായി 6.79 ലക്ഷം വീടുകളിൽ സർവേ നടത്തി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ 6ാം ദേശീയ കുടുംബ ആരോഗ്യ സർവേയിലെ വിവരങ്ങൾ ജിദ്ദയിൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു കോൺസുൽ ജനറൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, പ്രസവാനുകൂല സൗകര്യങ്ങൾ, കുട്ടികളിലെ പൂർണ്ണ വാക്സിനേഷൻ, കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ എന്നീ വിഷയങ്ങളിലെ കണക്കുകളും റിപ്പോർട്ടുകളും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ ശാക്തീകരണ രംഗത്തും രാജ്യം കൈവരിച്ചത് മികച്ച പുരോഗതിയാണെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ജിദ്ദയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ പാട്ടുകൂട്ടം മ്യൂസിക്കൽ ബാൻഡ് ജിദ്ദയുടെ 10ാം വാർഷികം പാട്ടുകൂട്ടം ദശവസന്തം 2K26 എന്ന പേരിൽ ഹൈപ്പർ വഫയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു. പരിപാടിയിൽ വിവിധ പരിപാടികൾ അരങ്ങേറി. ജിദ്ദ ബാഗ്ദാദിയ ഹൈപ്പർ വഫ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പാട്ടുകൂട്ടം മ്യൂസിക്കൽ ബാൻഡിന്റെ ദശവസന്തം 2K26 ആഘോഷങ്ങൾ അരങ്ങേറിയത്. ഫൈസ ഗഫൂറിന്റെ കൊറിയോഗ്രാഫിയിൽ വേദിയിൽ അരങ്ങേറിയ ഒപ്പനയും ഡാൻസും ഹർഷാരവത്തോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്. ഡോക്ടർ ആലിയ, ഡോക്ടർ മിർഷാന, ഫർസാന, രമ്യ ബ്രൂസ്, നനക തുടങ്ങിയ ജിദ്ദയിലെ പ്രശസ്ത ഗായകർ അണിനിരന്ന ഗാനസന്ധ്യ സദസ്സിന് സംഗീത വിരുന്നേകി. ഇതിനോടൊപ്പം പാട്ടുകൂട്ടം കൂട്ടായ്മയിലെ കലാകാരന്മാരുടെ ഗാനാലാപനങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി.
പ്രസിഡന്റ് ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടന്നു. ഭാരവാഹികളായ ഖാലിദ് പാളയട്ട്, യൂസുഫ് കരുളായി, റിയാസ് മേലാറ്റൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ഹസൻ കൊണ്ടോട്ടി, വിജേഷ് ചന്ദ്രു, വാസു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി അറേബ്യയിലെ അസീറിൽ ഹാഷിഷ് മയക്കുമരുന്ന് കടത്തിയ കേസിലെ 5 പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എത്യോപ്യൻ പൗരന്മാരായ 5 പേരെയാണ് അസീർ പ്രവിശ്യയിൽ വധശിക്ഷ നടപ്പാക്കിയത്. രാജ്യത്തെ പൗരന്മാരുടെയും വിദേശികളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സൗദി ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം ആവർത്തിച്ചു. സുരക്ഷാ സേന പിടികൂടിയ പ്രതികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് കേസ് സ്പെഷ്യലൈസ്ഡ് കോടതിക്ക് കൈമാറുകയുമായിരുന്നു. ഫുജിയറ നിത്യ സഹായമാതാ കത്തോലിക്ക ദേവാലയത്തിൽ അൽഫോൺസാമ്മയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ബേബിച്ചൻ എറത്തേൽ തിരുനാൾ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകളിലും ആഘോഷങ്ങളിലും UAE വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. ദുബായ് പോലീസിൻ്റെ നേതൃത്വത്തിൽ കരാമയിൽ അൽ കരാമ കമ്മ്യൂണിറ്റി ഫോറം സംഘടിപ്പിച്ചു. 1500-ലേറെ പ്രദേശവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി ബോധവൽക്കരണത്തിൻ്റെയും വിനോദത്തിൻ്റെയും വേദിയായി മാറി. സുരക്ഷ, ട്രാഫിക് നിയമങ്ങൾ, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധർ പൊതുജനങ്ങൾക്ക് വിശദീകരണം നൽകി. കാസർഗോഡ് കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ ഗുരുപൂർണിമ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി നേതൃത്വം നൽകി. ഗുരുവന്ദനത്തിന് ശേഷം വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ പ്രണമിച്ചുകൊണ്ട് സംസ്കൃതി പൂജ നടത്തി. നീലേശ്വരം അമൃത വിദ്യാലയത്തിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിന് ബ്രഹ്മചാരി വേദാമൃത ചൈതന്യ നേതൃത്വം നൽകി. ഗുരുപാദക പൂജ, മാതൃവന്ദനം തുടങ്ങിയവയും നടന്നു. കൃത്രിമ ബുദ്ധിയുടെ ഭാവി സാങ്കേതിക വിദ്യകൾ നേരിട്ട് പരിചയപ്പെടുത്തിയും വിദ്യാർത്ഥികളിലെ ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിച്ചും അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഏജന്റിക് AI ഹാക്കത്തോൺ 2026 സമാപിച്ചു. മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അധിഷ്ഠിതമായി സംഘടിപ്പിച്ച രാജ്യത്തെ ശ്രദ്ധേയമായ ഹാക്കത്തോണുകളിലൊന്നായ പരിപാടിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ 2 ദിവസങ്ങളായി നടന്ന ഏജന്റിക് AI ഹാക്കത്തോൺ 2026-ൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസും നൈട്രോസ്റ്റാക്കും ചേർന്നാണ് ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ കേന്ദ്രീകരിച്ചായിരുന്നു ഹാക്കത്തോൺ. ഏജന്റിക് AI ഫ്രെയിംവർക്കുകളും MCP അധിഷ്ഠിത ആപ്ലിക്കേഷൻ വികസനവും സംബന്ധിച്ച വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും AI ക്രെഡിറ്റുകളും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങളാണ് നൽകിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് ഇന്റേൺഷിപ്പ് അവസരങ്ങളും നേരിട്ടുള്ള തൊഴിൽ അഭിമുഖത്തിനുള്ള അവസരവും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് CEO പാബ്ലോ ജിമിനസ്, BFSI ഡയറക്ടർ സുരേഷ് കൃഷ്ണസ്വാമി, പ്രതിനിധി അഭിഷേക് പണ്ഡിറ്റ്, അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി സായിറാം, PG പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ രാമഗുരു രാധാകൃഷ്ണൻ എന്നിവർ ഹാക്കത്തോണിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കാം. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭമാൻ ഗിൽ നയിക്കുന്ന ടീമിൽ പരിക്കിൽ നിന്നും മോചിതനായ രവീന്ദ്ര ജഡേജ തിരിച്ചെത്തി. സ്പിൻ ബോളർ ഓൾറൗണ്ടറായ സരൻഷ് ജെയിനാണ് പുതുമുഖം. ഓഗസ്റ്റ് 15 മുതലാണ് ആദ്യ ടെസ്റ്റ്. ശുഭമാൻ ഗിൽ നയിക്കുന്ന ടീമിൽ നിരവധി മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. 15 അംഗങ്ങൾ അടങ്ങിയ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 2026-ലെ IPL-നിടയിലേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഓൾറൗണ്ടർ ജഡേജയുടെ മടങ്ങിവരവ് ഇന്ത്യൻ സ്പിൻ നിരയ്ക്ക് വലിയ കരുത്താകും. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിന് ആദ്യമായി ദേശീയ ടീമിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ ഹാംസ്ട്രിങ്ങിന് പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായിട്ടാണ് ഈ 33-കാരൻ ടീമിലെത്തിയത്. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന സരാൻഷ് 54 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 181 വിക്കറ്റുകളും 2223 റൺസും നേടിയിട്ടുണ്ട്. അടുത്തിടെ ശ്രീലങ്ക A ടീമിനെതിരായ പരമ്പരയിൽ ഇന്ത്യ Aയ്ക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സരാൻഷിന് തുണയായത്. KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ബുംറയും സായി സുദർശനും ഫിറ്റ്നസ് ക്ലിയർ ലഭിച്ച ശേഷം പരമ്പരയുടെ ഭാഗമാകും. പരിക്കിനെ തുടർന്ന് നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ എന്നിവരെ പരിഗണിച്ചില്ല. ഋഷഭ് പന്തും ധ്രുവ് ജുറലുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ടീമിലുള്ള മറ്റ് ടീം അംഗങ്ങൾ ഇങ്ങനെയാണ്: യശസ്വി ജയ്സ്വാൾ, കുൽദീപ് യാദവ്, മാനവ് സുധർ,
മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ദേവദത്ത് പടിക്കൽ എന്നിവരാണ്. ഓഗസ്റ്റ് 7-ന് കൊളംബോയിൽ നടക്കുന്ന 4 ദിവസത്തെ പരിശീലന മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 15 മുതൽ 19 വരെ 1-ാം ടെസ്റ്റും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ 2-ാം ടെസ്റ്റും നടക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.